ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്നിവിടെ രാവിലെ മുതൽ നല്ല കാറ്റും മഴയൊക്കെയാണ് കേട്ടോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഫിഷ് റോസ്റ്റാണ്. അതിനായിട്ട് ഞാനിവിടെ മോത മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ പുരട്ടി ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒരു പാകത്തിന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഇതുപോലെ തന്നെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും അതുപോലെ ഒരു ചെറിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് വീണ്ടും അതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ എരിവിനാവശ്യമായ മുളക് പൊടി, ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ആ തക്കാളിക്ക് ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ കഷ്ണം കുടംപുളിയാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് വെള്ളത്തോടു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു മുറി തേങ്ങ ചിരകിയതിൻ്റെ 1/4 പാലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഇതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇനി ഇതെല്ലാം കൂടി നല്ലപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരല്പം ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. നമ്മൾ മീൻ പുരട്ടി വെച്ച സമയത്ത് ഉപ്പ് അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി ഇതിലേക്ക് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഈ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ടൊന്ന് കുറുകി തിക്കായി വരുന്നത് വരെ നമുക്കിത് വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ. ചാറൊക്കെ നന്നായിട്ട് വറ്റി തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ തയ്യാറാക്കിയ ഉടനെ തന്നെ എടുക്കരുത് കേട്ടോ. ഒരു 2-3 മണിക്കൂറൊക്കെ വെച്ചിട്ട് വേണം നമ്മളിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പുളിയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.